എല്ലാ കൂട്ടുകാർക്കും ബേസിക് സയൻസ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2 ലെറ്റേഴ്സ് സെക്ഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്? വെലോസിറ്റി, ആക്സലറേഷൻ, സ്പീഡ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ 4 ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ ഏതാണ് ഓഡ് വൺ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിച്ചു ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ഇനിഷ്യൽ ടു ഫൈനൽ പൊസിഷൻ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ നമ്മളെപ്പോഴും ഡയറക്ഷൻ മെൻഷൻ ചെയ്യണം എന്നുള്ള കാര്യവും പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ എന്ത് വിളിക്കും? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയും. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പറയുമ്പോൾ മെൻഷൻ ചെയ്യുമ്പം ഡയറക്ഷനും കൂടെ പറഞ്ഞിരിക്കണം. മാഗ്നിറ്റ്യൂഡിൻ്റെ കൂട്ടത്തിൽ ഡയറക്ഷനും കൂടെ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? വെലോസിറ്റിനെ കുറിച്ചായിരുന്നു. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആയിരുന്നു. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓൾറെഡി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അത് ഉപയോഗിച്ചാണ് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റി തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് സ്പീഡിനെ കുറിച്ച് പഠിച്ചു. സ്പീഡ് അവിടെ നിൽക്കട്ടെ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആയിരുന്നു. ചേഞ്ച് ഇൻ വെലോസിറ്റി അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് വെലോസിറ്റി അറിഞ്ഞിരിക്കണം. വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആക്സിലറേഷൻ്റെ ആൻസറും അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയും എന്ത് തന്നെയാണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്നാൽ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു കണ്ടുപിടിക്കാനുള്ളത്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആയിരുന്നു അല്ലേ? ഇതിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ട്രാവൽ ചെയ്ത പാത്തിൻ്റെ ലെങ്ത് ആണ് അല്ലേ? അതിന് ഡയറക്ഷൻ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ നമ്മൾ വിളിക്കുക സ്കെയിലർ ക്വാണ്ടിറ്റി എന്നാണ്. അപ്പോൾ ഇവിടെ ഈ 4 ഫിസിക്കൽ ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ സ്പീഡ് മാത്രം മറ്റ് എന്താണ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയും ബാക്കിയുള്ള 3 വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഓഡ് വൺ സ്പീഡാണ്. ഓക്കെ, സെക്കൻഡ് വൺ, ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് ഈസ് ആസ് ഫോളോസ്: മൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0 ത്രൂ ഐ റാൻ 250 മീറ്റർ. വാട്ട് ഈസ് മീൻ ബൈ ദിസ്? ഓക്കെ, ഒരു കുട്ടി പറയുകയാണ് അവൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്, പക്ഷെ അവൻ എത്ര ദൂരം റാൻ ചെയ്തു? ഓടി 250 മീറ്റർ ഓടി, പക്ഷെ അവൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അതിനർത്ഥം എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ഒരു കാര്യം ആദ്യം മനസ്സിലാക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ ടു ഫൈനൽ പൊസിഷൻ എന്നുള്ളതാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ. ഇനി ഈ കുട്ടി പറയുകയാണ് ഇവൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്, അവൻ എത്ര ദൂരം ട്രാവൽ ചെയ്തു? 250 മീറ്ററോളം ട്രാവൽ ചെയ്തു. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവുന്ന എപ്പോഴാണ്? ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയിട്ട് വരുന്ന കണ്ടീഷനാണ്. അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു സ്ഥലത്ത് നിന്ന് ട്രാവൽ ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഫോർ ആൻ എക്സാമ്പിൾ, ഇവിടെ ഈ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ടാവും? 125 മീറ്റർ ഇങ്ങോട്ട് ഓടി, തിരിച്ചും അതേപോലെ തന്നെ 125 മീറ്റർ കുട്ടി തിരിച്ചും ഓടിയിട്ടുണ്ടാവും. ടോട്ടൽ എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 250 നമുക്ക് കിട്ടുക. 125 കൂട്ടിക്കഴിഞ്ഞാൽ 250 കിട്ടും. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ കുട്ടി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് തിരിച്ച് എത്തിച്ചേരുന്ന ഇവിടെ തന്നെ. അപ്പോൾ ഫൈനലും ഇനീഷ്യൽ പൊസിഷനും ഒരേ സ്ഥലത്ത് തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ ആ കുട്ടിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ പറയാം: ദ ചൈൽഡ് റീച്ചസ് ദ പോയിന്റ് വിച്ച് ഹി സ്റ്റാർട്ടഡ് സോ ദാറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. തേർഡ് വൺ, all objects having uniform speed need not have uniform velocity. Describe with the help of example. All objects having uniform speed not have യൂണിഫോം വെലോസിറ്റി. ഓക്കെ, യൂണിഫോം സ്പീഡിൽ പോകുന്ന ഒബ്ജക്റ്റുകൾക്ക് യൂണിഫോം വെലോസിറ്റി ഉണ്ടാകണമെന്നില്ല. എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് നമ്മൾ പറയാം? എ ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആൻഡ് ഇൻ ദി സെയിം ഡയറക്ഷൻ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഇനി ഇവിടെ ചോദിക്കുന്നത് ഇതിന് കുറച്ച് എക്സാമ്പിൾസ് പറയാമെന്ന് ചോദിക്കുന്നത്. ഒരു ബോഡി യൂണിഫോം സ്പീഡിൽ പോയെന്ന് വെച്ചുകൊണ്ട് അതിന് യൂണിഫോം വെലോസിറ്റി ഉണ്ടാകണമെന്നില്ല. അതിന് ഉദാഹരണം നമ്മൾ പഠിച്ചത് തന്നെയാണ്. പേജ് നമ്പർ 82 നമ്മൾ 2 കാറിൻ്റെ കേസ് പഠിച്ചിരുന്നു. അതിൽ കാർ സി നമുക്ക് എഴുതാം. കാർ സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ്
traveling along a circular path and condition the car covered equal distance in equal interval of time. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്പീഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ എന്ത് പറ്റുന്നു, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് കാർ സിയുടെ ആ കണ്ടീഷൻ എഴുതാം. ഓക്കെ, പേജ് നമ്പർ 82 യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റിയിൽ നമ്മൾ പഠിച്ച സെക്ഷനാണ്. ഇനി മറ്റൊരു ഉദാഹരണം, ദ മോഷൻ ഓഫ് എ നീഡിൽ ഓഫ് ദി ക്ലോക്ക്. ക്ലോക്കിൻ്റെ നീഡിൽ കറങ്ങുന്നതും എന്തിന് ഉദാഹരണമാണ്, നോൺ യൂണിഫോം വെലോസിറ്റിക്ക് ഉദാഹരണമാണ്. ഒരേ സ്പീഡിലാണ് ആ നീഡിൽ കറങ്ങുന്നതെങ്കിലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ വെലോസിറ്റിയും ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് 4th one. ബസ് എ കവേർഡ് 75 meter in 5 seconds. ബസ് ബി കവേർഡ് 169 meter in 30 seconds. വിച്ച് ബസ് കവേർഡ് ഗ്രേറ്റർ ഡിസ്റ്റൻസ്? ഏത് ബസ്സാണ് ഗ്രേറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്തത്? ബസ് ബി. ഓക്കെ, 169 meter ആണ് അവർ കവർ ചെയ്തിരിക്കുന്നത്. ഇനി വിച്ച് ബസ് ഹാസ് ഹയർ സ്പീഡ്? ഹയർ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. 4th one, സ്പീഡ് ഈക്വൽ ടു, സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഓക്കെ, ഇനി ബസ് എയുടെ സ്പീഡ് നമുക്ക് നോക്കാം. ബസ് എയുടെ സ്പീഡ് ഈക്വൽ ടു, അത് 75 meter ആണ് കവർ ചെയ്തിരിക്കുന്നത് അല്ലേ. 75 meter 5 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 meter/second എന്ന് കിട്ടും. യൂണിറ്റ് എഴുതാൻ ഒരിക്കലും മറക്കരുത്, സ്പീഡിൻ്റെ യൂണിറ്റ് meter/second. ഇനി ബിയുടെ കേസ് നോക്കുകയാണെങ്കിലോ അതിൻ്റെ സ്പീഡ് എങ്ങനെയാണ്, അത് ട്രാവൽ ചെയ്ത് 169 ആണ് മീറ്ററാണ് അതിനെടുത്ത ടൈം 13 സെക്കൻഡ്. ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 13 meter/second എന്ന് കിട്ടും. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബസ് എ എന്ന് പറയുന്നത് 1 സെക്കൻഡ് കൊണ്ട് 15 meter കവർ ചെയ്തു. എന്നാൽ ബസ് ബി എന്ന് പറയുന്നത് 1 സെക്കൻഡ് കൊണ്ട് 13 meter ആണ് കവർ ചെയ്തത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, രണ്ടുപേരും ഒരേ ടൈമിംഗ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 സെക്കൻഡിൽ എത്രയാണെന്നുള്ള കാര്യമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. 1 സെക്കൻഡിൽ ഈ ബസ് കവർ ചെയ്ത് 15 meter, ഇവിടെ 1 സെക്കൻഡിൽ 13 meter എന്ന് വെച്ചാൽ ആരാണ് ഏറ്റവും കൂടുതൽ ദൂരം കവർ ചെയ്തത് 1 സെക്കൻഡ് കൊണ്ട്? ബസ് എ ആണ് അല്ലേ, ബസ് എ ആണ്. എന്ന് വെച്ചാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്പീഡ്? ആ സ്പീഡുള്ളത് ബസ് എക്കാണ്. 1 സെക്കൻഡ് കൊണ്ട് ഇവർ 15 meter കവർ ചെയ്തു. എന്നാൽ 1 സെക്കൻഡ് കൊണ്ട് 13 meter മാത്രമേ ബിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പീഡ് കൂടുതലുള്ളത് ബസ് എക്കാണ്. ഓക്കെ, 5th question. What is the acceleration of a car which started from rest and acquired a velocity of 40 meter/second in 8 seconds? സോ ഇവിടെ ശ്രദ്ധിക്കുക, ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഫൈനൽ വെലോസിറ്റി വി, ഇനിഷ്യൽ വെലോസിറ്റി യു ഡിവൈഡഡ് ബൈ ടൈം. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എഴുതാം. അതിൽ പറയുന്നുണ്ട്, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എ കാർ വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് ആൻഡ് അക്വയർഡ് എ വെലോസിറ്റി ഓഫ് 40 meter/second in 8 seconds. നോക്കിയേ, ഈ കാറ് സ്റ്റാർട്ട് ചെയ്യുന്നത് റെസ്റ്റിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇനിഷ്യൽ സ്പീഡ് അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 0 ആയിരിക്കും. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u = 0 meter/second. ഓക്കെ, ഇനി അത് കുറച്ച് കഴിയുമ്പോൾ അക്വയർ ചെയ്ത വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 8 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അക്വയർ ചെയ്ത വെലോസിറ്റി എന്ന് പറയുന്നത് 40 meter/second ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് ഫൈനൽ വെലോസിറ്റി. ഇനി അതിനെടുത്ത ടൈം 8 സെക്കൻഡ്. ഓക്കെ, ഇതാണ് ഇൻഫർമേഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാറ് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് എന്ന ആ ഒരു പോയിന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും ആ കേസിൽ. ഓക്കെ, ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ വാല്യൂസ്. a = v - u / t, that is 40 - 0 / 8. You will get 5 meter/second². ഇത് മറക്കരുത്, 5 meter/second². ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 6th question. A car covered the first 400 meter distance with a speed of 3 meter/second, the next 1200 meter with a speed 12 meter/second, and the last 360 meter with a speed of 12 meter/second. Calculate the average speed of the car. Calculate the average speed of the car.
നമ്മൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അത് ഇതാണ്, ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ടു ട്രാവൽ ദ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റിനിൽ നിന്ന് തന്നെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് ട്രാവൽ ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ, ഇവിടെ പറയുന്നുണ്ട് 400 മീറ്റർ, 1200 മീറ്റർ, അതിനുശേഷം 360 മീറ്റർ പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഇവരെ എല്ലാവരും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ കേസ് നോക്കിയോ, രണ്ടാമത്തെ ഇൻഫർമേഷൻ നമുക്ക് വേണ്ടത് ടൈം ടേക്കൺ ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്. ടൈം ടേക്കൺ ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്, ഇത്രയും ദൂരം കവർ ചെയ്യാൻ എടുത്ത ടൈം കണ്ടുപിടിക്കണം. പക്ഷേ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ ഇവിടെ ടൈമിനെ കുറിച്ച് അവർ മെൻഷൻ ചെയ്യുന്നില്ല, എന്നാൽ സ്പീഡിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത്ര ദൂരം കവർ ചെയ്തപ്പോൾ ഇത്ര സ്പീഡാണ് ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ കൊണ്ട് നമ്മൾ എത്ര ടൈമാണ് ഈ ടോട്ടൽ ദൂരം കവർ ചെയ്യാൻ എടുത്തതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം, ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതിന് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്, അതിന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ട് തന്നെയുണ്ട്. ഫസ്റ്റ് 400 മീറ്റർ, 1200 മീറ്റർ, 360 മീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1960 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തത്. ഇനി ഇതിനെടുത്ത് ടൈം കണ്ടുപിടിക്കണം. ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ആകെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ സ്പീഡാണ്. ഓരോ മീറ്ററിലും, ഓരോ 400 മീറ്ററിൽ എത്ര സ്പീഡായിരുന്നു, 1200 എത്ര സ്പീഡായിരുന്നു എന്നുള്ളതാണ്. എന്ത് ചെയ്യണം, സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമാണ്. ഈ ഒരു ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഓരോ സിറ്റുവേഷനിലും എടുത്ത് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒന്നാമത്തെ കേസായ 400 മീറ്റർ അവർ കവർ ചെയ്തത് എത്ര സെക്കൻഡ് കൊണ്ടാണ്, 8 മീറ്റർ പെർ സെക്കൻഡ്, എത്ര സ്പീഡ് കൊണ്ടാണ്, 8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ സ്പീഡ് കൊണ്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസിൻ്റെ സ്പീഡിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ടൈം കണ്ടുപിടിക്കാം. ഓക്കെ, ടൈം കണ്ടുപിടിക്കാം. അത് ഇക്വേഷൻ ഇങ്ങനെയാണ്, സ്പീഡ് ഈസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു വേരിയബിൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ടൈമിനെ ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, ഇങ്ങോട്ട് എടുക്കുക എന്ന് വെച്ചാൽ ഇത് മുകളിലോട്ട് പോകും. സ്പീഡ് എന്താകും, ഈക്വൽ സിമ്പിളിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവിഷൻ ആയിട്ട് വരും. ഓക്കെ, സോ ദ ഇക്വേഷൻ ഈസ് ലൈക്ക് ദിസ്, ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് വരും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ സിറ്റുവേഷന് വേണ്ടി എടുത്ത ടൈം കണ്ടുപിടിക്കാം. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും ഉണ്ടായ ടൈം നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ 400 മീറ്റർ, അതിനുണ്ടായ സ്പീഡ് 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡാണ്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് 50 സെക്കൻഡ് എന്ന് കിട്ടും. അടുത്ത കേസ് 1200 മീറ്റർ, അത് കവർ ചെയ്ത എത്ര സ്പീഡിലാണ്, 12 മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പം ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്, 1200 ഡിവൈഡ് ബൈ 12, യു വിൽ ഗെറ്റ് 100 സെക്കൻഡ്. ഓക്കെ, 100 സെക്കൻഡ്. അടുത്തത് മൂന്നാമത്തെ കണ്ടീഷൻ, 360 മീറ്റർ 12 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയാണ് കവർ ചെയ്തത്, അതായത് അതിൻ്റെ സ്പീഡ്. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അതിനെടുത്ത സ്പീഡ്, യു വിൽ ഗെറ്റ് 30 സെക്കൻഡ്. ഓക്കെ, 30 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ 3 സിറ്റുവേഷനിലുണ്ടായി എടുത്ത ടൈമിങ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ടോട്ടൽ ടൈം കാണാം. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 50 സെക്കൻഡ് പ്ലസ് 100 സെക്കൻഡ് പ്ലസ് 30 സെക്കൻഡ്, യു വിൽ ഗെറ്റ് 180 സെക്കൻഡ്. ഓക്കെ, അതായത് ഈ ഫുൾ ജേർണിക്ക് വേണ്ടി എടുത്ത ടൈം 180 സെക്കൻഡ് ആണ്. ഇവിടെ എടുത്ത ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരുന്നു, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കണ്ടുപിടിച്ചു, 1960 മീറ്റർ. ഇത്രയും മീറ്റർ കവർ ചെയ്യാൻ എടുത്ത ടൈം 180 സെക്കൻഡ് ആണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്. ടോട്ടൽ ഡിസ്റ്റൻസ് 1960 മീറ്റർ ഡിവൈഡ് ബൈ 180 സെക്കൻഡ്, യു വിൽ ഗെറ്റ് 10.88 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, സ്പീഡിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡസ് എ ബോഡി ഹാവ് ആക്സിലറേഷൻ ഇൻ ദ ഫോളോവിങ് സിറ്റുവേഷൻസ് വൈ. ഓക്കെ, സിറ്റുവേഷൻസ് നിങ്ങൾക്ക് പേജ് നമ്പർ 88 കാണാം. ഇനി ആക്സിലറേഷൻ എപ്പോഴാണ് ഒരു ബോഡിക്ക് ഉണ്ടാകുന്നത്,
ചേഞ്ച് ഇൻ വെലോസിറ്റി, വെലോസിറ്റിയിൽ ചേഞ്ച് വരുമ്പോൾ. ഇനി വെലോസിറ്റിയിൽ എപ്പോഴാണ് ചേഞ്ച് വരുന്നത്? ഒന്നെങ്കിൽ ആ ബോഡിയുടെ ഡയറക്ഷനിൽ ചേഞ്ച് വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം വരുമ്പോൾ, അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം ഇതിലേതെങ്കിലും ഒന്നിന് ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അവിടെ ആക്സലറേഷൻ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുക. സോ സിറ്റുവേഷൻ, എ ബോഡി ട്രാവലിംഗ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ വിത്ത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി എന്നുള്ള കണ്ടീഷൻ അവിടെ തന്നു കഴിഞ്ഞു. ഇനി പിന്നെ അവിടെ ഒരു ആക്സലറേഷൻ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഫസ്റ്റ് കേസിൽ ആക്സലറേഷൻ ഉണ്ടാകുന്നില്ല. ഓക്കെ. സെക്കൻഡ് വൺ, എ ബോഡി ട്രാവലിംഗ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ വിത്ത് നോൺ യൂണിഫോം വെലോസിറ്റി. ഓക്കെ, നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട്, ഒന്നെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷന്. ഓക്കെ, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂസിനാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നോൺ യൂണിഫോം എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എന്തുണ്ടാവുന്നുണ്ട്? ആക്സലറേഷൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. ഇനി 3, എ ബോഡി ട്രാവലിംഗ് അലോങ് എ സർക്കുലർ പാത്ത് വിത്ത് യൂണിഫോം സ്പീഡ്. ഓക്കെ, യൂണിഫോം സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്, പക്ഷേ സർക്കുലർ പാത്താണ്. നമ്മൾ കാർ സിയുടെയൊക്കെ കേസ് യൂണിഫോം നോൺ യൂണിഫോം വെലോസിറ്റി സെക്ഷനിൽ പഠിച്ചപ്പോൾ കണ്ടതാണ്. യൂണിഫോം സ്പീഡിൽ ട്രാവൽ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വെലോസിറ്റിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് വരുന്നതുകൊണ്ട് തന്നെ അവിടെ ആക്സിലറേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇനി ലാസ്റ്റ് വൺ, എ ബോഡി ട്രാവലിംഗ് അലോങ് എ സർക്കുലർ പാത്ത് വിത്ത് നോൺ യൂണിഫോം സ്പീഡ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഇവിടെയും ഉണ്ടാകുന്നുണ്ട്. സർക്കുലർ പാത്ത് ഡയറക്ഷൻ ഓൾറെഡി ചേഞ്ച് ചെയ്യുന്നു. നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡിലും വ്യത്യാസം വന്നു. അപ്പോൾ നോൺ യൂണിഫോം വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷനും നമുക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8, എ ലോറി ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി of 30 meter per second came to rest in 5 seconds. What is its acceleration? So acceleration is equal to v minus u divided by t. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ആദ്യം എഴുതുക. ക്വസ്റ്റ്യൻ പറയുന്നത് എ ലോറി ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി 30 meter per second came to rest. അപ്പോൾ അതിന് ആദ്യം ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞാണ് അത് റെസ്റ്റിലോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 30യും ഫൈനൽ വെലോസിറ്റി കെയിം ടു റെസ്റ്റ് എത്തിച്ചേർന്നു, റെസ്റ്റിലോട്ട് എത്തിച്ചേർന്നു 0 ഇൻ 5 സെക്കൻഡ്. ടൈമും തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാക്കിൽ നിന്നെല്ലാം മനസ്സിലാക്കുക. ഒരു സെൻറ്റൻസിൽ നിന്ന് ഇവിടെ വി എന്ന് പറയുന്നത് 0, കെയിം ടു റെസ്റ്റ് എന്നാണ് പറഞ്ഞത്. യു എന്ന് പറയുന്നത് 30 meter per second, ടി എന്ന് പറയുന്നത് 5 സെക്കൻഡ്. ഓക്കെ, ഈ വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 0 minus 30 divided by 5 is equal to, you will get minus 6 meter per second square. എന്തുകൊണ്ട് ഇവിടെ മൈനസ് വന്നേ? ഇവിടെ സ്പീഡ് കുറയുകയാണ് അല്ലേ? ഈ വെലോസിറ്റിയുടെ സ്പീഡ് കുറയുകയാണ്. സ്പീഡ് കുറയുക എന്ന് വെച്ചാൽ അവിടെ റിട്ടാർഡേഷനാണ്. ഓക്കെ, അപ്പം ഇപ്പം ഓട്ടോമാറ്റിക്കലി സ്പീഡ് കുറയുമ്പോൾ ആക്സലറേഷൻ്റെ റേറ്റും കുറയും. ആക്സലറേഷൻ്റെ റേറ്റ് കുറയുന്നതാണ് നമ്മൾ റിട്ടാർഡേഷൻ എന്ന് വിളിക്കുക അല്ലേ? സോ റിട്ടാർഡേഷൻ ഈസ് നത്തിങ് ബട്ട് നെഗറ്റീവ് ആക്സലറേഷൻ, -6 meter per second square. Okay. ഇനി 9th one, what is the displacement of a car in 30 seconds if it is traveling with a velocity of 15 meter per second? സിമ്പിൾ ആണ്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഒരു സിറ്റുവേഷനിൽ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ടൈമും തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇവരെല്ലാം ബന്ധപ്പെടുത്തിയുള്ള ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈമാണ്. ഇവിടെ അവർ ചോദിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിലെ ടൈമിനെ ഇങ്ങോട്ട് എടുത്താൽ മതി. ഇവിടെ ഡിവിഷൻ ആയതുകൊണ്ട് ഈക്വൽ സിമ്പലിൻ്റെ അപ്പുറം പോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വെലോസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ടൈം. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത് 15 meter per second, ടൈം എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 50 meter per second മൾട്ടിപ്ലൈഡ് ബൈ 30, യു വിൽ ഗെറ്റ് 450 മീറ്റർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ number 10. Observe the figure showing the path of a body which started from A and moved C through B. Okay, one person started his journey from A and moved reaches to C through B. Okay, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പ്രോബ്ലം നമ്മൾ പേജ് നമ്പർ 80-ൽ, അതായത് സ്പീഡിൻ്റെയും വെലോസിറ്റിയുടെ സെക്ഷൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ഈ ഫസ്റ്റ് സെക്ഷൻ. അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നോക്കുക. ഓക്കെ, ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി സി,
വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദി ബോഡി ഇഫ് ഇറ്റ് ഹാസ് ടേക്കൺ 5 സെക്കൻഡ് ടു റീച്ച് എ ബാക്ക് ഫ്രം സി? Okay, what is the velocity of the body if it has taken 5 seconds to reach A back from C? Okay, ഈ സിയിൽ നിന്നും എയിലോട്ട് ഈ വ്യക്തി തിരിച്ചെത്തുന്നു, അല്ലെങ്കിൽ ഈ ഒരു ബോഡി തിരിച്ചെത്തുന്നു. അതിനെടുത്ത് ടൈം 5 സെക്കൻഡ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ബോഡി ട്രാവൽ ചെയ്ത് ബിയിലെത്തി സിയിലെത്തുന്നു, വീണ്ടും തിരിച്ച് എയിലോട്ട് എത്തുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ബോഡിയുടെ ഇനീഷ്യലും ഫൈനലും പൊസിഷനും ഈ സിറ്റുവേഷന് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി എത്രയാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഈ ഒരു കേസിൽ ഈ ബോഡി എയിൽ നിന്നും ട്രാവൽ ചെയ്ത് വീണ്ടും തിരിച്ച് എയിൽ തന്നെ എത്തിച്ചേരുന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? 0. അതിനടുത്ത ടൈം ഒരു 5 സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ 0 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അവിടെ ഓട്ടോമാറ്റിക്കലി വെലോസിറ്റി 0 ആയിരിക്കും, കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ 0 ആകുന്നു. ഇനി അടുത്തത് ഡി. കമ്പയർ ദി വെലോസിറ്റി ഓഫ് ദി ബോഡി വെൻ ഇറ്റ് റീച്ച് സി ഫ്രം എ ആൻഡ് ഓൾസോ വെൻ ഇറ്റ് റീച്ച് എ ഫ്രം സി. ഓക്കെ, ഇത് എയിൽ നിന്ന് സിയിലോട്ട് എത്തുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി കാണുക, തിരിച്ച് സിയിൽ നിന്ന് എയിലോട്ട് എത്തുന്ന വെലോസിറ്റി. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചതിന് സെയിം തന്നെയാണ്. എയിൽ നിന്ന് സിയിലോട്ട് എത്തുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം ആണ്. ഇവിടെ എടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ് 70 മീറ്റർ ആണ്, അതിനെടുത്ത ടൈം 10 സെക്കൻഡ് ആണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, സ്പീഡിനെടുത്ത അതേ ടൈമാണ് നമ്മൾ എടുക്കുക, 10 സെക്കൻഡ് ആണ്. 7 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, തിരിച്ച് സി ഫ്രം എ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സിയിൽ ചെയ്ത അതേ ആൻസർ തന്നെ വരും. എന്താ സംഭവിക്കുക? തിരിച്ച് അയാൾ എത്തിച്ചേരുമ്പം അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 0 ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വെലോസിറ്റിയും 0 ആവും. ഓക്കെ.